ഹലോ. നമ്മൾ മുറ്റത്തെ പുല്ലൊക്കെ പറിച്ച് കളയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് മുക്കൂറ്റി എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായൊരു ചെടിയാണിത്. ഇത് ആയുർവേദ വിധിപ്രകാരം നമ്മുടെ കഫം, പിത്തം, അതേപോലെ വാതരോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു ചെടിയാണ്, ഒരു സസ്യമാണ് ഇത്. ഇതിൻ്റെ വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രമേഹം അല്ലെങ്കിൽ നമ്മുടെ ഡയബറ്റിസ് ഷുഗർ ലെവലിനെ നോർമലാക്കാൻ സഹായിക്കും. നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഇത് വേരോടുകൂടി തന്നെ നമ്മൾ പിഴുതെടുത്തിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ഈ മുക്കൂറ്റി ചെടി ഇത് അരച്ച് ഇതിൻ്റെ നീര് നമ്മൾ മുറിവിൽ പുരട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതായത് എത്ര ഉണങ്ങാത്ത മുറിവാണെങ്കിലും ഇതിൻ്റെ നീര് തേക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എപ്പോഴും മഴയും ഇതൊക്കെ വന്ന് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും പനി, കഫക്കെട്ട്, അങ്ങനെ ഒത്തിരി കുഴപ്പങ്ങൾ പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം. അപ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ 5 മുക്കൂറ്റിയും അതേപോലെ തന്നെ 5 കുരുമുളകും കൂടെ അരച്ച് കഴിച്ചാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുമയ്ക്ക്, അലർജിക്ക്, കഫക്കെട്ടിനും ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ ഒരു ചെടി ഞാൻ ഒത്തിരി പ്രാവശ്യം ചെടിച്ചട്ടിയിലാണെങ്കിലും മുറ്റത്താണെങ്കിലും ഒക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളൊരു ചെടിയാണ് ഈ മുക്കൂറ്റി എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ അത്ഭുത ഗുണങ്ങളെപ്പറ്റി വളരെ റീസെൻ്റ്ലിയാണ് ഇതിനെപ്പറ്റി എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു അത്ഭുത ഗുണങ്ങളും ഇതിൻ്റെ ഒരു ഔഷധ ഗുണങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവച്ചേ പറ്റൂ എന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ ഇപ്പം ഒത്തിരി പേർക്കുള്ളൊരു പ്രോബ്ലമാണ് വൃക്കയിൽ കല്ല്, മൂത്രത്തിൽ കല്ല് എന്നൊക്കെ പറയുന്നതിനും അതിനും ഈ മുക്കൂറ്റിയുടെ നീര് കഴിക്കുകയാണെങ്കിൽ വൃക്കയിലെ കല്ല് മാറാനും നമ്മുടെ കിഡ്നി സ്റ്റോൺസ് മാറാനും അതേപോലെ നമ്മുടെ രക്തത്തിനൊരു പ്യൂരിഫൈ ചെയ്യാൻ, ബ്ലഡ് പ്യൂരിഫയർ ആയിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആസ്മയ്ക്കും അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷനും ഒക്കെ ഇത് വളരെ നല്ല ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. അതേപോലെ വേറൊരു കാര്യം, നമ്മുടെ ഈ മുക്കൂറ്റിയും നമ്മുടെ കറ്റാർ വാഴ, തഴുതാമ, ബ്രഹ്മി, ഇത് ഇത്രയും കാര്യങ്ങൾ സമൂലം അരച്ച് തേനിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ കഴിക്കുന്നതും നമുക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാനും നമ്മുടെ യൗവനം നമുക്ക് നിലനിർത്താനും ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും എനിക്കൊരു വളരെ നല്ലതായിട്ട് തോന്നുന്നു, നമ്മുടെ രക്തത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഇത് ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളല്ലാതെ തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ പൂവ് തലയിൽ വെക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് നമ്മുടെ ഷുഗർ ലെവലിനെ നോർമലാക്കാൻ, ഡയബറ്റീസ് മാറാനും ഒക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ ഇൻഫർമേഷൻസ്, കൂടുതൽ അറിവ് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ മുക്കൂറ്റി ഇനി നിങ്ങളുടെ പറമ്പിലോ മുറ്റത്തോ ചട്ടിയിലോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ പറിച്ച് കളയരുത്. പുല്ല് പറിക്കുന്ന കൂട്ടത്തിൽ ഇത് പറിക്കാതെ അവിടെ നിർത്തുക. ഇത് ഒറ്റ വർഷമാണ് ഇതിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിയുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.